ജലചൂഷണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ചവറ പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കുടിവെള്ള കമ്പനിയായ ജിതിൻ ഇൻഡസ്ട്രീസിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അനുമതി നൽകിയിട്ടുള്ളതിനേക്കാൾ ജലം എടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കമ്പനി അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ വേനൽക്കാലത്ത് എല്ലാ നടപടികളെയും മറികടന്ന് വീണ്ടും ജലം ചൂഷണം നടത്തുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ചവറ മുകുന്ദപുരം പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന ജിതിൻ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. അളവിൽ കൂടുതലായി വൻതോതിൽ ജലചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സ്ഥാപനത്തിന് ലൈസൻസോ മതിയായ രേഖകളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ജലചൂഷണത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഗ്രൗണ്ട് വാട്ടർ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകളോ എത്ര വെള്ളമെടുക്കാം എന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെയാണ് നിലവിൽ ജിതിൻ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചവറ പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന ജിതിൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വാട്ടർ കമ്പനി ഇവിടുന്ന് വെള്ളം എടുത്ത് പ്യൂരിഫൈ ചെയ്ത് പുറത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എൻ്റെ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ വലിയ സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നതിൽ നിന്നും വലിയ കൂടുതൽ തോതിലുള്ള വെള്ളം ടാങ്കർ ലോറി പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് നാട്ടുകാർ പ്രശ്നവുമായി വന്നത്. ആദ്യ ദിവസം ടാങ്കർ ലോറി വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ തടയുകയും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന് മാനേജരും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പറയുകയും ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും വലിയ ടാങ്കർ ലോറി 6000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കർ ലോറിക്കകത്താണ് വീണ്ടും വെള്ളം കൊണ്ടുപോകാനായിട്ട് വന്നത്. ഇതിനെ നാട്ടുകാർ എതിർക്കുകയും കളക്ടർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുത്ത് പോലീസിൽ വിളിച്ച് കളക്ടറും വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് കാലാനുസൃതമായ ലൈസൻസുകളോ ബാക്കി ടെസ്റ്റുകളോ ഒന്നും നടത്തിയിട്ടില്ല. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റും ടെസ്റ്റുകൾ നടത്തുകയോ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് എത്ര വെള്ളം എടുക്കാമെന്നുള്ളതിൻ്റെ ഈൽഡ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് പുതിയ ഈൽഡ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അതുവരെ കമ്പനി അടച്ചിടാനായിട്ട് ജില്ലാ കളക്ടറും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ റിസൾട്ട് കിട്ടുന്നതിന് മുൻപായിട്ട് തന്നെ ഈ വെള്ളക്കമ്പനി വീണ്ടും തുറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുന്നതുവരെ കമ്പനി അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് മതിയായ രേഖകളില്ലാതെ വീണ്ടും കമ്പനി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. കടുത്ത വേനലിൽ വീണ്ടും കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറ്റിലെ ജലനിരപ്പ് കുത്തനെ താഴുന്ന സ്ഥിതിയുണ്ട്. പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്ക് സ്വകാര്യ കമ്പനി മാറുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അളവിൽ കൂടുതലായി ഇവർ ജലം ശേഖരിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ കുടിവെള്ള കമ്പനിയുടെ പ്രവർത്തനം നടത്തുന്നതിനെതിരെയാണ് ജനങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്. നിയമാനുസൃതമായ രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ട് ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചില്ല. ഈ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കാതെയും കളക്ടറുടെ ഉത്തരവ് കിട്ടാതെയും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റ് നടത്താതെയും അതിൻ്റെ ഈൽഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതെയും പഞ്ചായത്തിൻ്റെ ലൈസൻസ് വാങ്ങാതെയും ഈ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങാനായിട്ട് ഇവിടെ സ്റ്റാഫും എല്ലാം വന്നു. നാട്ടുകാർ വലിയ പ്രക്ഷോഭവുമായിട്ട് ഇവിടെ വന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഒത്തുകൂടി. കാരണം ആ പ്രദേശത്ത് ഇതിൻ്റെ പരിസരവാസികളുടെ കിണറ്റിലെ വെള്ളം വളരെ വലിയ തോതിൽ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ്. അവർക്ക് കുടിവെള്ളത്തിന് പോലും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ബുദ്ധിമുട്ടിയപ്പോൾ അവരിന്ന് രാവിലെ വന്ന് ഈ കമ്പനിയിൽ തടസ്സം സൃഷ്ടിക്കുകയും ഇവർ ഇതിൻ്റെ നിയമാനുസൃതമായ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് മാത്രമേ കമ്പനി പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ മാനേജരും മറ്റും വളരെ മോശപ്പെട്ട രീതിയിലാണ് പൊതുജനങ്ങളോടും ഒക്കെ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ.